നമസ്കാരം. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം എടുക്കാൻ പോകുന്ന വ്ലോഗ് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ അൽബേനിയ ട്രിപ്പ് പോവാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് വ്ലോഗ്. അത് സാധാരണ ട്രിപ്പല്ല, ഞങ്ങൾ കോളേജിലുണ്ടായിരുന്ന, ഇപ്പോൾ UK ഉള്ളത്. അപ്പോൾ കോളേജിലുണ്ടായിരുന്ന ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്. അപ്പോൾ കുറച്ച് സ്പെഷ്യലാണ്. വ്ലോഗാണ്. പാർക്കിംഗ് ചെയ്യുന്ന ഹുവയെ കുറിച്ച് അവരുടെ സംഗീതവും കോട്ടയും അപ്പോൾ ഗൈസ്, രാവിലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് രാവിലെ 5 മണിയായപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങി. 7 മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്. ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് കയറുന്നത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. ചെക്കിനെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ ഗേറ്റ് ഓപ്പൺ ആക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തി കേട്ടോ. UK ഞങ്ങൾ പല സ്ഥലത്തു നിന്നാണ് എല്ലാവരും വന്നതെങ്കിലും എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തുകയും ചെയ്തു. ഫ്ലൈറ്റും കറക്റ്റ് ടൈമിലാണ്. ഇനി ഫ്ലൈറ്റിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് ഒരു 3.5 hours ഫ്ലൈറ്റിലുണ്ട് ജേർണി. അതും ഞങ്ങൾ ഇറങ്ങുന്നത് അൽബേനിയയിലെ തിരാന എയർപോർട്ടിലാണ്. ടിക്കറ്റ് റേഞ്ച് ആണെങ്കിലും അത്യാവശ്യം അഫോർഡബിൾ ആണ്. പെർ പേഴ്സൺ ഏകദേശം ഒരു 40 to 50 pounds ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 4,000 to 5,000 ആ ഒരു റേഞ്ചിൽ. ഞങ്ങൾ കയറുന്നതിന് മുന്നേ ഒരു ഫോട്ടോയും കൂടി എടുത്തിട്ട് ഹാപ്പി ആയിട്ട് കയറാതെ വെച്ചു. Flight mode on. അർജുൻ സൂക്ഷിച്ചിരുന്നോളാം, വിമാനാണ്. അടുപ്പിച്ച് 2 ദിവസത്തെ ലോങ് ഡേ ഷിഫ്റ്റൊക്കെ കഴിഞ്ഞുകൊണ്ട് 12 hours ഡ്യൂട്ടി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് യാത്ര പുറപ്പെട്ടുകൊണ്ട് ഫ്ലൈറ്റിൽ കയറിയിട്ട് ഉറങ്ങാനൊക്കെ വിചാരിച്ച് കയറിയതാണ്. പക്ഷെ ഞാനൊഴിച്ച് ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല സുഖമായിട്ട് ഉറങ്ങി. ഞങ്ങൾ അൽബേനിയയിൽ ലാൻഡ് ചെയ്തു. നമ്മൾ Day 1 ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് എയർപോർട്ടിൽ അറേഞ്ച് ചെയ്തേ ഉള്ളൂ. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അൽബേനിയയിലെ തിരാന എയർപോർട്ട്. അത്യാവശ്യം വലിയ എയർപോർട്ടൊക്കെയാണ്. വെതർ നമ്മൾ ഇറങ്ങിയപ്പം പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു. നമ്മളെല്ലാവരും വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ കരുതിയാണ് പോയത്. പക്ഷേ ഒക്ടോബർ മന്ത് ആയിരുന്നാലും വെതർ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതായിരുന്നു. എന്നാൽ വലിയ തണുപ്പില്ല, ഒട്ടും ചൂടുമല്ല, അങ്ങനൊരു അവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങളിനിയിപ്പം ഞങ്ങൾക്കൊരു വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ സാധനം ഇവിടെ സിഗ്നേച്ചർ സാധനമാണ്. നാട്ടിലെ പിള്ളേർ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇനി വരാനുള്ള അടുത്ത 5 ദിവസത്തെ ഞങ്ങളുടെ സവാരി ഇതിലായിരുന്നു. ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട് കേട്ടോ ഈ ബസ്സിൽ.
ഫ്രഷപ്പായി തുടങ്ങിയോ? ഇതാണ് നമ്മളുടെ ഗൈഡ് ചേട്ടനാണ് ഞങ്ങളെ ഈ ഒരു ട്രിപ്പ് ഉടനീളം ഗൈഡ് ചെയ്തത്. അപ്പം നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനോട്ട് കുറച്ചധികം ദൂരമുണ്ട്. വിശപ്പ് അലറി വിളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചു എവിടെയെങ്കിലും ഇടയ്ക്ക് പോകുന്ന വഴി കഴിക്കാമെന്ന ഒരു മൈൻഡിൽ ഞങ്ങൾ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുകയാണ്. അൽബേനിയയിൽ എടുത്ത് പറയേണ്ട ഇവിടുത്തെ ലാൻഡ്സ്കേപ്സ് അടിപൊളിയാണ്. ഇവിടുത്തെ വ്യൂസ് തന്നെ കണ്ടിരുന്നു, അത്ര മനോഹരമാണ്. എല്ലാവരും പക്ഷെ നോപ്പാട് ഇളകിയിരിക്കുകയാണെങ്കിലും ഡാൻസൊക്കെ കളിച്ച് ഇനിയിപ്പം ക്ഷീണിച്ചെല്ലാവരും ഒരു വശത്ത് അടിഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് പേര് ഇപ്പോഴും തളരാതെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇനിയിപ്പം എനിക്ക് വിശപ്പായി, ഇനിയിപ്പോൾ കഴിച്ചിട്ട് എന്തെങ്കിലും ആവാം എന്ന് വിചാരിച്ചു. വ്യൂസൊക്കെ കണ്ട് ആസ്വദിച്ചിങ്ങനെ ഇരിക്കുക. തിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനെത്തി ഒരു റെസ്റ്റോറൻറ്റിൽ. റെസ്റ്റോറൻറ്റൊക്കെ കാണാനൊക്കെ അടിപൊളിയായിരുന്നു, നല്ല വൈബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഫുഡ് 5 പൈസയ്ക്ക് കൊള്ളത്തില്ലായിരുന്നു. ഇവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡ്, വൈൻ അങ്ങനത്തെയൊക്കെയാണ്. എരിവും പുളിയും അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ഈ റെസ്റ്റോറൻറ്റിൽ നല്ല വൃത്തിയുടെ ഫുഡായിരുന്നു. എന്നാലും എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിച്ചു. ഇത് നമ്മളെത്തിയ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആട്ടോ. നമ്മുടെ റൂമിൽ നിന്ന് എന്താ കാണുന്ന വ്യൂ ആണ്. ഇത് തന്നെ കാണാൻ ഒത്തിരി മനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു. കോസ്റ്റൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഇന്ന് തൊട്ടല്ല നമ്മുടെ ടൂർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഒരു ദിവസം നേരത്തെ എത്തി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അത്യാവശ്യം നൈറ്റ് ലൈഫുള്ള ഒരു ഏരിയ ആയിരുന്നു അത്. അപ്പം ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങി. നല്ലൊരു സ്ഥലമായിരുന്നു. സ്ട്രീറ്റ് ഫുഡ്സ്, ബീച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പാട്ട്, കൊച്ചു വർത്താനങ്ങൾ ഒക്കെ ആയിട്ട് സമയം ചിലവഴിച്ചു. ഒത്തിരി സ്പെഷ്യലായിരുന്നു. ഫസ്റ്റ് ഡേ ആണെങ്കിൽ പോലും ഒത്തിരി മനോഹരമായിട്ട് ഒത്തിരി മൊമെൻറ്റ്സ് ഈ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് കിട്ടി. സമയമൊക്കെ ഒത്തിരി ആയിരുന്നെങ്കിലും ആർക്കും തിരിച്ച് റൂമിൽ പോകാൻ തോന്നുന്നില്ലായിരുന്നു. അത്ര നല്ല വ്യൂ ആയിരുന്നു കേട്ടോ, കുറ്റം പറയാൻ പറ്റത്തില്ല. ഈ ലൈറ്റും ബീച്ചും എല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പം ഇരുന്നു പോകും, അത്ര നല്ല ഭംഗിയായിരുന്നു. എന്നാലും തിരിച്ചു കയറാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പുതിയ പ്ലാൻസ് തപ്പുമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ അന്വേഷിച്ച വഴി ഈ ബോട്ടിൽ നമ്മുടെ കടലിൻ്റെ നടുക്ക് വരെ കൊണ്ടുപോയി അവിടെ നമ്മൾ അത്യാവശ്യം ഡാൻസ് കാര്യങ്ങൾ, ചെറിയ സെറ്റപ്പിൽ ഒരു DJ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു പെർ ഹെഡ് 10 യൂറോ ആയിരുന്നു അവർ പറഞ്ഞത്. നമ്മളതൊക്കെ കൊടുത്ത് അതിൽ കയറാൻ പോവാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. Hey, DJ
DJ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടും ആർക്കും ആ വൈബ് വിട്ട് അങ്ങോട്ട് പുറത്ത് വന്നില്ലായിരുന്നു. സ്റ്റിൽ ആ ഹാങ് ഓവറിലാണ്. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ കുറച്ച് സമയമായില്ലെങ്കിൽ ഒത്തിരി മെമ്മറീസ് ഞങ്ങൾ ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്തു. നല്ല സ്ട്രെസ് ഫ്രീ ആയിട്ട് തോന്നുന്നുണ്ട്. ഇന്ന് ശരിക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ എൻജോയ് ചെയ്തു. സമയം അത്യാവശ്യം ഒരുപാട് അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പയ്യെ റൂമുകളിലേക്ക് ചെക്ക് ചെയ്യാൻ പോകുവാണ്. പാതിരാത്രി 1 മണി നത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ടയേർഡാ ഗൈസ്. തലവേദന ഉണ്ട്. കുറേ ട്രാവൽ ചെയ്തു. ദിവസം അടിപൊളിയായിരുന്നു. ഒന്നും പറയാനില്ല. ഇപ്പം ഒരു 1 മണിയായിട്ടുണ്ട്. ഇനിയും പോയി ശ്രമിക്കണം. അപ്പോൾ ഡേ 1 ഇൻ അൽബേനിയ ഇതോടുകൂടി തീരുകയാണ്. അപ്പം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പം നാളെയും ഇതുപോലെ തന്നെ ഒരു വ്ലോഗ് ഡേ 2 വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്. പുതിയ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.